ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനം സുഖത്തോടും ക്ഷേമത്തോടും ആണെന്ന് വിശ്വസിക്കുന്നു. ദൈവകൃപയാൽ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. പ്രീസമോന് ഇപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ചുമയുണ്ട്, അതേ ഉള്ളൂ. ഇന്നൊരു ദിവസം നമുക്ക് ദൈവം ദാനമായി തന്നാൽ ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി പേര് വയ്യാതൊക്കെ ഇരിക്കുമായിരുന്നു. പനിയും അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളായിരുന്നു. ഇങ്ങനെ വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇട്ടു, ചേച്ചി വയ്യായിരുന്നു, അതുകൊണ്ടാണ് കമൻ്റ് ഇടാൻ. സാരമില്ല, നിങ്ങൾ വയ്യാത്തവരൊന്നും സ്ട്രെസ് ചെയ്ത് വീഡിയോ ഒന്നും കണ്ട് ഒന്നുകൂടെ അസുഖം ഉണ്ടാക്കണ്ട, സാവകാശം കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെന്താ, ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടോണ്ടേ ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം മോൻ സ്കൂളിൽ പോയില്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്, ഇൻകംപ്ലീറ്റ് ആകുമെന്ന്. അപ്പം എന്തോ പറഞ്ഞ് അത് ഒരു ദിവസം പോയില്ലെങ്കിൽ എന്താ വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടത്തില്ലേന്ന്. കിട്ടും, വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാ പിള്ളേരുടെയും ഗ്രൂപ്പുണ്ട്, ആ ക്ലാസ്സിലുള്ള എല്ലാവരുടെയും നമ്പറുണ്ട്. പക്ഷേ മിക്ക എത്തുങ്ങളും ഇൻകംപ്ലീറ്റ് ഉള്ളവരുണ്ട്. നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടാലും തരുന്നവർ തരും, ചിലർ മീൻസ് അതിൻ്റെ ഒരു ഈ ഒരു ദിവസം ആ കൊച്ചിന് എഴുതിയില്ലെങ്കിൽ എങ്ങനെ നമ്മളാണെങ്കിൽ ചിലരുടെ മനസ്സിലാണ് ഓട്ടം നീന്തിക്കത്തില് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ചിലരാണെങ്കിൽ തരും. അവരന്ന് ഞാൻ ഒരു അവൻ്റെ ഒരു കൊച്ച് കൊടുത്തു, പക്ഷേ അത് മൊത്തം ഇല്ലായിരുന്നു. പിന്നെ അവൻ ക്ലാസ്സിൽ പോയിട്ട് എഴുതിച്ചു. ഒരു ദിവസം പോയില്ലെങ്കിൽ പിന്നെ അതല്ലെങ്കിൽ അതനുസരിച്ച് പിള്ളേർക്ക് ഒരു ഇത് കാണുമല്ലേ, ഇന്നലെ ഞാൻ എഴുതിയില്ല, അതിൻ്റെ അത്രയും പേജ് ഞാൻ വിട്ടിട്ട് ഇന്നുള്ളത് എഴുതാം. ഞാൻ അവനോട് എന്നും പറയും, എടാ പ്രീസമോനെ ആരുടെയെങ്കിലും കൂടുള്ള മോൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്ത ഇരിക്കുന്ന കുട്ടിയുടെ ഫോൺ നമ്പർ വാങ്ങിച്ചുകൊണ്ട് വരണേ. എന്നിട്ട് മോൻ ഇവനെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവൻ ക്ലാസ്സിൽ ചെന്ന് പിള്ളേരുമായിട്ടൊക്കെ നല്ല കൂട്ടാണോ എന്തോന്ന് അറിയത്തില്ല. ഇവനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഇവനെന്ന് പറയും. ഇന്ന് തന്നെ ഞാൻ പ്രീസമോൻ്റെ അടുത്ത് എപ്പോഴും പറയും, ചില ദിവസം ഞാൻ പോകാറില്ല വിളിക്കാൻ. ഞങ്ങളുടെ ഈ അലീക്കയിൽ തന്നെ ഒരു 9-10 കൂടുതൽ പിള്ളേരിൽ കൂടുതൽ ഒരു നമ്മുടെ ഈ സ്റ്റോപ്പിലുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഈ നെറ്റ് ഒന്ന് ഓഫാക്കട്ടെ. ഉണ്ട്. അപ്പം ബസ്സുകാരുടെയും കുറ്റമല്ല, ആ സ്ത്രീ ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പെങ്കൊച്ചല്ല, ഇപ്പം ഇത്രയുള്ള പ്രായമുള്ള ആൻറ്റി. അവർ ഓരോരുത്തരെയും പിടിച്ച്. ഇന്ന് ഞാൻ പോൾമോനോട് ഞാൻ പറഞ്ഞു, പോൾമോൻ അവൻ ഇത്രയും വലുതായില്ലേ, അവൻ തന്നെ കയറി വരും മമ്മി, ഇവിടെ അപ്പുറത്തെ ബിൽഡിങ്ങിലുള്ളവർ വരെ അവൻ്റെ കൂടെ അല്ലേ, സാരമില്ലെന്ന്. ഞാൻ പറഞ്ഞു, ഇല്ലടാ നമുക്ക് പറയാനൊക്കത്തില്ല, പിന്നെ ഓരോ സംഭവങ്ങളല്ലേ ഇപ്പം നടക്കുന്നതെന്ന്. അപ്പം ഇന്ന് ഞാൻ പോയി, ഉള്ള പിള്ളേരെല്ലാം ഇറങ്ങി. ഇവനാ ആ ആൻറ്റിയുടെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽപ്പുണ്ട്. പ്രൈസൻ, സൗണ്ട് ഉണ്ടാക്കാതെ. ഈ എന്താ ബസ്സിൽ കാണിക്കാഞ്ഞേ? ഇതെന്താ ബസ്സിൽ കാണിക്കാഞ്ഞേ? അപ്പം ബസ് അങ്ങ് വിട്ടു, ഇവൻ അവിടെ നിൽക്കും. ഞാൻ അങ്ങനെ പെട്ടെന്ന് ആ ബസ്സിൽ തട്ടി. ഇന്ന് ഞങ്ങളുടെ പ്രൈസൻ പമ്മി ബ്രസയിൽ ഇരിക്കുമായിരുന്നു. അങ്ങ് വണ്ടി വിട്ടുപോയി. വണ്ടി വിട്ടു പോയാലും അഥവാ നമ്മൾ പോയില്ലായിരുന്നെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഇല്ലേ, ഈ സമയത്ത് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക. പിന്നെ റീച്ചാൻ്റെ ആ ഡ്രൈവറുടെ നമ്പർ ഉടനെ റീച്ചാൻ വേണമെങ്കിൽ വിളിച്ച് ചോദിക്കും. പക്ഷേ അങ്ങ് താഴെ സ്റ്റോപ്പ് വരെ പോയിട്ട് തിരിച്ചു വരണം. നമ്മളിത് വഴിയെ തിരിച്ചു പോകുന്നത്. അത്ര നേരം ഇവന് ഇതിൽ കറങ്ങണം. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണ് ഇറങ്ങാനെന്ന് ചോദിച്ചോണ്ടാണ്. അപ്പം ലാസ്റ്റ് സ്റ്റോപ്പിലുള്ള 2 പിള്ളേർ ഇങ്ങനെ അവിടെ അതൊക്കെ തന്നെ നിൽക്കുക. അപ്പം ഇവരാദ്യം ചിന്തിച്ച്, ഞാൻ പറയുന്നത് നിനക്ക് അത്രയ്ക്ക് അറിയത്തില്ലായിരുന്നു ആ പിള്ളേർ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നത്, പിന്നെ ഇവിടെ വന്നാൽ പറയുന്നത്, അതുകൊണ്ട് അവരിറങ്ങുകയെന്നും പറഞ്ഞ് അവരവിടെ നിന്ന്. ഞാൻ നേരം പറഞ്ഞ് ഈ ലാസ്റ്റ് സ്റ്റോപ്പിലുള്ളവരൊക്കെ എൻ്റെ അന്നേരം വന്നവിടെ നിൽക്കാൻ പോയത്. പ്രൈസൻ കുട പറ്റിയേ. അങ്ങനെ പിന്നെ ബസ് നിർത്തി ഇറക്കിച്ച്. അപ്പോൾ ഇന്നാളി ഞാനത് നിങ്ങളോട് പറയാൻ മറന്നുപോയി. ഇന്നാളില്ല പോൾമോൻ്റെ കാര്യത്തിനൊരു ഫോൺ വന്നില്ലായിരുന്നോ, നിങ്ങളുടെ മോൻ്റെ എന്തുവാ സ്റ്റേഷനിലതൊക്കെ. വീണ്ടും ഞങ്ങളത് ബ്ലോക്ക് ചെയ്തയാ. ആ നമ്പർ ഡാഡിയുടെ മൊബൈലിലാണ് വന്നത്, ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. പിന്നെയും അതേ നമ്പറിൽ നിന്ന് എങ്ങനെ വീണ്ടും കോൾ വന്നറിയത്തില്ല. അപ്പം ഡാഡിക്ക് എക്സ്പീരിയൻസ് ആയില്ലേ. ഡാഡി മോൻ്റെ പേരെന്തുവാ, ഞങ്ങളിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഡാഡി ഒറ്റ ചൂടാക്കാം. എനിക്കറിയാം എൻ്റെ മോൻ്റെ പേരെന്നോ നിങ്ങൾക്കറിയാം. ഡാഡി ഒന്ന് തുടങ്ങി. അങ്ങനെ പിന്നെയും വന്നെന്നുള്ളേ സെയിം ആ ഐഡിയിലുള്ള പാട്ട് പാടാന്ന്. ഏതോ ഒരു പാട്ട് പാടാന്ന് നീ പറഞ്ഞായിരുന്നു. ചർച്ചിൽ പാടിയ.
അപ്പോൾ അങ്ങനെ വീണ്ടും കൊടുക്കും. സെയിം ആ ID-യിലുള്ള ഫോട്ടോ, പോലീസ് ഓഫീസറുടെ ഫോട്ടോ വെച്ച് തന്നെ. പിന്നെന്തുവാ, വാട്സപ്പ് ഗ്രൂപ്പിലെ കാര്യം അതാ സംഭവം. ചിലർ തരും, ചിലർ തരത്തില്ല. അങ്ങനെ ഇതാ. കാരണം ചില പിള്ളേരെല്ലാം നല്ലതായിട്ട് കംപ്ലീറ്റ് ആക്കും, ചില പിള്ളേർ. പിന്നെ ഈ ക്ലാസ് ടീച്ചറുടെയും ഇതുപോലെ ഇരിക്കും. ഇപ്പോഴത്തെ ക്ലാസ് ടീച്ചർ നല്ല ക്ലാസ് ടീച്ചറാണെന്ന് പ്രൈസമ്മ പറയുന്നത്. ഒരു പാവമെന്ന് പറയുന്നത്. പിന്നെന്തായിരുന്നു, ഇന്നലെ ഞാനില്ലേ നമ്മുടെ പഴയ കാലത്തെ കാര്യം പറഞ്ഞാണേ ഹോമനാൻറ്റി പറയുമായിരുന്നു. എൻ്റെ കൊച്ചേ ശരിയാ, നമുക്കൊക്കെ എല്ലാവർക്കും കുടയുണ്ടായിരുന്നു അന്ന്. ഒരു കുട കാണും, അതിൻ്റെ അകത്തൊരു 3-4 പേരും കാണും. തല മാത്രം നനയാതെ നിൽക്കും, ബാക്കി ഡ്രസ്സ് മൊത്തം നനഞ്ഞായിരിക്കും നമ്മൾ വരുന്ന വഴിക്കോ. ഞങ്ങൾ വരുന്ന വഴിക്ക് തോടുണ്ടായിരുന്നു. പിന്നെ വയലിൽ കൂടെ ആയിരുന്നു ഞങ്ങൾ വരുന്നത്. ഇപ്പം വയലൊന്നുമില്ല, നെൽകൃഷിയായിരുന്നു. ആ വയലെല്ലാം വെട്ടി, ചിലർ റബ്ബർ ഇട്ട്, ചിലർ വാഴയിട്ടു, കപ്പയിട്ട്, അങ്ങനെയൊക്കെയായി. വയലെല്ലാം വരമ്പെല്ലാം അങ്ങ് ഇടിഞ്ഞ് താണ്. ആരും പണ്ടെന്ന് പറയുന്നത് നെല്ലാവുമ്പം അതാത് കണ്ടത്തിൻ്റെ ആൾക്കാർ എല്ലാ വർഷവും പ്രൈസൻ, ഞാനിത് എഡിറ്റ് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ നിന്നോട് നോക്ക്, നീ എഴുതിയോന്ന്. 40 വേർഡ്സ് ഉണ്ട് എഴുതാൻ. അവനെപ്പോഴും ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. അപ്പോൾ ഈ വരമ്പെല്ലാം അവർ നന്നായിട്ട് കോരി ക്ലീൻ ആക്കുമല്ലോ. അപ്പം നമുക്ക് നടന്നു പോകുന്നേ. പിന്നെ ഇപ്പം വഴിയേ ഇല്ല. അപ്പം തോട്ടിക്കൂടെ വരുന്ന വഴിക്ക് ഈ ഭയങ്കര പെരുമഴയാകുമ്പം ആ വെള്ളത്തിൻ്റെ ഇരച്ചിലൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്ക് പേടിയാവും. തല കറങ്ങിയുള്ള വെള്ളം. ആ കാലം ഇനി നമുക്ക് ഓർമ്മകൾ മാത്രം. ഇപ്പോഴത്തെ പിള്ളേർത്തങ്ങനെ അത് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തുമില്ല. നാട്ടിലാന്നേലും ഇപ്പോഴാന്നേലും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അതുപോലുള്ളൊരു ഇതില്ല. എല്ലാവരും ഇപ്പോൾ ബസ്സിലാണ് പോകുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ലൈൻ ബസ്സിൽ 10 പൈസ 20 പൈസയൊക്കെ കൊടുത്താൽ ബസ്സിൽ വിടും. ഇപ്പം എന്ന് പറയുന്നത് സ്കൂൾ തന്നെ ബസ് ആക്കി പിള്ളേരെ വിടുമല്ലേ. അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു മുട്ട ഫ്രൈ ചെയ്തൊരു റെസിപ്പിയാണ്. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ പറയാം, ആ പൊടികളൊക്കെ പൊടികളെല്ലാം നമ്മൾ ഇച്ചിരി കുരുമുളക് അതൊക്കെ ഒന്ന് വറക്കുന്ന ഉടനെ അത് ശരിക്ക് ഒത്തിരി ഒന്ന് ചൂടാക്കിയാൽ മതി. ഒത്തിരി കരിഞ്ഞങ്ങനെ പോകുന്നെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ ആ പൊടി ചേർക്കുമ്പോഴാണ് നമുക്ക് അതുപോലുള്ളൊരു കറുത്ത കളർക്ക് ആ മുട്ട ഫ്രൈക്ക് വരുന്നത്. മുട്ട റോസ്റ്റ് എന്നല്ല, ഫ്രൈ എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. പിന്നെ ഞാനിപ്പം എന്നും ഈ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞായിരുന്നു റെസിപ്പികൾ സെപ്പറേറ്റ് ഒന്ന് ഇടാൻ നോക്കണമെന്ന്. അപ്പോൾ റെസിപ്പികളുള്ളതൊക്കെ ഞാൻ സെപ്പറേറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒത്തിരി വിടുപെടായിന്നില്ലേ. ഇഡലിയും സാമ്പാറും റെഡിയായി. ഒരു ട്രിപ്പ് എടുത്തു, ഇനി അടുത്ത ട്രിപ്പ് അടപ്പത്ത്. അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാനുള്ളതോടെ എടുത്ത് വെച്ച്. അപ്പം അതൊന്ന് കലക്കിയില്ല. ബോൺവിറ്റയൊക്കെ ഹോർലക്സ് മുകളിൽ കിടക്കുന്നേ ഉള്ളൂ. ചായ എല്ലാം തിളച്ചു. എന്നിട്ട് ഉടനെ അങ്ങ് അരിക്ക് വെള്ളം വെച്ച് അരി അങ്ങ് ഇട്ട്. അപ്പോൾ അരി തിളച്ചിട്ട് അങ്ങ് ഓഫാക്കി ഇട്ടാൽ പിന്നെ അതങ്ങ് ഒരു സൈഡിൽ കിടന്നോളും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഞാനൊരു 5 സവാള എടുത്തിട്ടുണ്ട്. ഇത്തിരി ചെറിയ സവാള ആയതുകൊണ്ട് ഉണ്ട് ഇതുപോലല്ലേ. അപ്പം സവാളയുടെയൊക്കെ അളവ് ഇപ്പം നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് എത്രയും ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്താൽ മതി. ഇവിടെ ഇപ്പം ഞങ്ങൾ ഇത്രയും പേരില്ലേ, ഇതിപ്പം 2 നേരമൊക്കെ ചപ്പാത്തിയൊക്കെ കഴിക്കേണ്ടവർക്ക് നന്നായിട്ട് പറ്റും. അപ്പം ഞാൻ ആ സവാളയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ സവാളയൊക്കെ ഞാനിങ്ങനെ അരിഞ്ഞെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു 5 മുട്ട ഇങ്ങനെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ടത് നെടുകെ കീറിയിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയൊക്കെ ഞാൻ മിക്കവാറും നെടുകെ കീറുന്നുണ്ടേ. മഞ്ഞക്കരു ഒരെണ്ണത്തിൽ ഇത്തിരി കുറവായിരിക്കും, ഒരെണ്ണത്തിൽ ഇത്തിരി കൂടുതലായിരിക്കും. അതങ്ങ് ഇളകും. ഞാനിപ്പോൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആ നൈഫിൻ്റെ അകത്ത് ഇത്തിരി എണ്ണയൊക്കെ തേച്ചിട്ട് അങ്ങനെയൊക്കെ മുറിച്ചത്. അങ്ങനെ ഇപ്പോൾ ഒന്നും വെളിയിൽ ഇങ്ങനെ ഇളകി പോയിട്ടില്ല. അപ്പോൾ ഞാനൊരു പാൻ ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സ്വല്പം മഞ്ഞൾപ്പൊടിയും സ്വല്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ടത് നന്നായി തീ ഒന്ന് കുറച്ചിട്ട് നന്നായി ഇതൊന്ന് ഇച്ചിരി നേരം ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് മൂത്ത് വരട്ടെ. നല്ല ചൂടുള്ള പാത്രമാണെങ്കിൽ തീ ഓഫാക്കിയാലും കുഴപ്പമില്ല, പിന്നീട് ഓണാക്കിയാൽ മതി. ഇപ്പം ഞാനിത് ചെറിയ തീയിൽ വെച്ചേക്കോ. ഇത് അധികം കട്ടിയുള്ള പാത്രമല്ല, അതുകൊണ്ട് കരിഞ്ഞു പോകത്തില്ല.
അപ്പോൾ അതൊന്ന് മൂത്ത് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ മുട്ട ഇങ്ങനെ 2 പീസാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 പീസാക്കുമ്പോഴേ നമുക്കത് മുട്ട ഒരു ഫ്രൈ ആക്കാൻ നമുക്ക് പറ്റുന്നത്. എന്നിട്ട് ഞാൻ ഈ മുട്ട താണ്ടെ ഇതുപോലെ മഞ്ഞഭാഗം മുകളിൽ വരത്തക്ക വിധത്തിൽ ആദ്യം നമുക്ക് ഇങ്ങനെ വെച്ച് ഈ മുട്ടയെല്ലാം ഒരു മിനിറ്റൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഞാനിങ്ങനെ നിരത്തി ഒന്ന് വെക്കട്ടെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് 4 മുട്ടയല്ല ഉള്ളെന്ന്. 5 മുട്ടയുണ്ട്. ഒരെണ്ണം ഞാൻ മുറിച്ചില്ല, അത് ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ മുറിച്ചില്ല. അത് പിന്നെ ഞാൻ മുറിച്ച് ഇതിൻ്റെ അകത്ത് ചേർത്ത്. ഞാനിപ്പോൾ 1 മിനിറ്റ് ആ സൈഡ് ഇങ്ങനെ ഒന്ന് വറുത്തിട്ട് ഇതൊന്ന് തിരിച്ചിടുന്നുണ്ടേ. തിരിച്ചിട്ടിട്ട് വീണ്ടും നമ്മുടെ ഈ യെല്ലോ വശം അതും ഒന്ന് 1 മിനിറ്റൊക്കെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരിക്കട്ടെ. പക്ഷേ ഇങ്ങനെ നമ്മൾ വറക്കുന്നത് കൊണ്ട് മുട്ട ഒത്തിരി സോഫ്റ്റ് ആയിരിക്കത്തില്ല, പുറമൊക്കെ ഇത്തിരി ഹാർഡായിരിക്കും നമ്മൾ കഴിക്കുമ്പോൾ. പക്ഷേ ഒരു വെറൈറ്റി ഡിഷ് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അത് തിരിച്ചിട്ടിട്ട് വീണ്ടും നമുക്ക് ഒരു ഇച്ചിരി നേരം കൂടെ ഈ പുറം സൈഡ് ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. എന്നാണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയത് മഞ്ഞവശം ആദ്യം ഇടുമായിരുന്നെങ്കിൽ എനിക്കൊന്ന് പൊടിഞ്ഞു പോകുമായിരുന്നെന്നാണ്. പിന്നെ എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഇത് വെച്ച് ഞാനങ്ങ് പറഞ്ഞതാണ്. അപ്പം ഞാൻ വീണ്ടും മഞ്ഞയൊന്നും വെളിയിൽ ഇപ്പോൾ പൊടിഞ്ഞു പോയിട്ടില്ല. അപ്പം ഞാൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് വീണ്ടും കൊടുത്തിട്ടുണ്ടേ. നമുക്കിനി ആ സവാളയൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ പെരുംജീരകവും 1/2 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സവാള അരിയുമ്പം നീളത്തിൽ അരിയല്, ഇങ്ങനെ പൊടിയായിട്ട് അരിയണേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ചേർത്ത് നമുക്ക് ഇച്ചിരി ഉപ്പൂടെ ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ കറിവേപ്പില ഇടാൻ മറന്നുപോയി. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വഴറ്റാൻ നേരം 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കണേ. അതൊക്കെ നന്നായി ഒന്ന് വഴറ്റി ഒരു ടൊമാറ്റോയുടെ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ ടൊമാറ്റോ ആയിരുന്നു. ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം ചേർത്തു. അതും ഇങ്ങനെ ചെറുതായിട്ട് അരിയണേ. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതൊന്ന് ഒതുക്കിയിട്ട് ഞാനൊരു അടപ്പും കൊണ്ട് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ആ ടൊമാറ്റോയിലൊക്കെ വെള്ളം ഇറങ്ങി നന്നായി അതൊന്ന് പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ആ സവാളയും ടൊമാറ്റോയും എല്ലാം കൂടെ ഞാനൊരു അടപ്പും കൊണ്ട് ഇതൊന്ന് അടച്ചു കൊടുക്കട്ടെ. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ആദ്യം 2 ടീസ്പൂൺ കുരുമുളക്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ ക്വാണ്ടിറ്റി നിങ്ങൾ എത്ര എടുക്കുന്നേ അതനുസരിച്ച് കുരുമുളകിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം. ഇതിലും കുറച്ച് സവാളയൊക്കെ എടുത്താൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂണൊക്കെ കുരുമുളക് ചേർത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകം, എന്നിട്ടൊരു 1/4 ടീസ്പൂൺ ഒരു നുള്ള് നമ്മുടെ ജീരകം. പക്ഷേ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒത്തിരി അങ്ങ് മൊരിയണ്ട, ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി ഒന്ന് വഴന്നിട്ടുണ്ട്, ടൊമാറ്റോയൊക്കെ. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കേ, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല. നമ്മൾ പെരുംജീരകം ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കേ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ആ മസാലകൾ ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് അതൊന്ന് നമുക്ക് തണുത്തതിന് ശേഷം പൊടിക്കണം. പക്ഷേ വറുത്തെടുക്കുകയാണെങ്കിൽ ആ ജീരകമൊക്കെ പെരുംജീരകമൊക്കെ കരിയരുത്, ഒന്ന് ചൂടായാൽ മാത്രം മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുകൂടി ഇതിലോട്ട് ചേർത്തിട്ട് ഇനി ഈ മസാലകളുടെയൊക്കെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ലൊരു മൂത്ത മണം വരുന്നിടം വരെ ചെറിയ തീയിൽ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ഇച്ചിരി നേരം ഒന്ന് ഞാനിങ്ങനെ ഇളക്കിയതിന് ശേഷം ഒരു സ്വല്പം വെള്ളം, നമ്മൾ ഇത്തിരി ഇത് ചാറായിട്ടല്ല എടുക്കുന്നത്, ഇത് ഫ്രൈ ആയിട്ട് നല്ല പേരണ്ട് മുട്ടയുടെ മുകളിൽ ഇങ്ങനെ മസാലയെല്ലാം ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം. ആ രീതിയിലുള്ളൊരു മുട്ട ഫ്രൈയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഉപ്പ് നോക്കിയാണ്, ഉപ്പ് കുറവാണ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്തിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ മസാല എല്ലാം ഇടയ്ക്ക് ഒരു ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഞാൻ പറഞ്ഞതിൽ ഒഴിച്ചിട്ടുള്ളതെന്ന്. എന്നിട്ട് ഈ മുട്ടകൾ ഇങ്ങനെ പറക്കി നമുക്കിങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം ആദ്യം. അപ്പോൾ ഞാൻ ഇതെല്ലാം നിരത്തി വെച്ചിട്ട് നമ്മൾ ആ മുട്ട വറുത്തതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി ഓയിൽ പോലെ ഉണ്ടായിരുന്നു, അതുകൂടെ അതിൻ്റെ അകത്തോട്ടങ്ങ് ഒഴിച്ചിട്ട് ഈ മുട്ടകളെല്ലാം ഒന്ന് തിരിച്ചിങ്ങനെ ഇടുന്നുണ്ട്. എന്നിട്ട് ആ മസാല ഇച്ചിരിച്ച് അതിൻ്റെ മുകളിലോട്ടും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഏറ്റവും കുറഞ്ഞ തീയിൽ അതൊന്ന് അവിടെ കിടക്കട്ടെ. അപ്പോൾ 5 മിനിറ്റായി, നന്നായിട്ട് ആ മുട്ട ഇളക്കി ആ മസാലയൊക്കെ കയറി പിടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി നമ്മുടെ മുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇച്ചിരിയും കൂടെ ലിക്വിഡ് വേണേ ആക്കാം. പക്ഷേ
ഇതാ നല്ലത് ഞാൻ നോക്കിയിട്ട്. നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമല്ലേ. ആ കുരുമുളകും പെരിഞ്ചീരകവും ഒക്കെ വറക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വറക്കെന്ന് പറഞ്ഞാൽ ഒന്ന് ചൂടാക്കിയാൽ മതി. കാരണം ഒത്തിരി മൂത്ത് പോയാൽ കറി കഴിക്കും. അപ്പോൾ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് അപ്പം, ചപ്പാത്തി, ചോറിൻ്റെയും കൂടെ നല്ലതാണ് കഴിക്കാനായിട്ട്. നല്ലൊരു ഡിഷാണ് ഇത്. ഒരു വെറൈറ്റി ആയിരിക്കുമ്പം എപ്പോഴും ചെയ്യുന്നത് പോലെ അല്ലാതെ ഒരു വെറൈറ്റി ആകുമ്പം ഒരു രസമുണ്ടല്ലേ. ഇത് പ്രൈസമ്മോൻ്റെ ക്രാഫ്റ്റ് ഡേയിലുള്ള അതിപ്പോൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തയച്ച് വിടും. അതിൻ്റെ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.